ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു റൂമുമായി ബന്ധപ്പെട്ട ഒരു ആമുഖം അതാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെറുങ്ങനെ വിശദീകരിച്ചു. നമ്മൾ സൂറത്തിലേക്ക് ശരിയാണ്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹ് യൻസുറു മൻ യശാഉ വഹുവൽ അസീസുർ റഹീം. വിശുദ്ധ ഖുർആൻ്റെ ഒരു മുഅ്ജിസത്ത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഹാത്ഭുതം, വിശ്വാസപരമായി ഒക്കെയുള്ളൊരു ഇഅ്ജാസ്, അതാണ് ഈ ഒരു തുടക്ക ഭാഗം വ്യക്തമാക്കുന്നത്. അന്ന് ഒന്ന് വിശ്വാസികൾ അൽ മുഅ്മിനൂൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും, പിന്നെ അൽ മുശ്രികൂൻ കുഫാറു മക്ക മുശ്രിക്കുകൾ, പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അൽ ഫാരിസ്, പിന്നെ അറൂം, നമ്മൾ റോമക്കാരെ കുറിച്ചും പേർഷ്യക്കാരെ കുറിച്ചും പറഞ്ഞു ചില കാര്യങ്ങൾ, ചിലത് മാത്രം. 4 വിഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ വിശ്വാസികൾ, പിന്നെ ശത്രുക്കളായ മുശ്രിക്കുകൾ അറേബ്യൻ ഉപദ്വീപിൽ, പിന്നെ അതിന് പുറത്ത് പേർഷ്യക്കാർ, പിന്നെ റോമക്കാർ. ഇതിൽ മുശ്രിക്കുകൾ അല്ലേ പിന്നെ ബഹുദൈവ വിശ്വാസികളാണ്. അഹ്ലുൽ ഔസാൻ വിഗ്രഹാരാധകർ, പേർഷ്യക്കാർ അതേപോലെ പിന്നെ അഹ്ലുൽ ഔസാനിനാണ് അഹ്ലുൽ നിറാൻ, തീനെ ആരാധിക്കുന്നവരാണ് മിക്ക പേർഷ്യക്കാരും. ഏതായാലും രണ്ടു കൂട്ടരും ഇവരെന്താണ് ആദർശത്തിൽ പൊരുത്തുള്ളവരാണ്. വിശ്വാസികൾ അഹ്ലുൽ കിതാബ്, വേദത്തിൻ്റെ വാക്താക്കളാണ്. റോമക്കാരും അഹ്ലുൽ കിതാബ്, വേദത്തിൻ്റെ വാക്താക്കളാണ്. നമ്മൾ പറഞ്ഞു ഈ പിന്നെ റോമക്കാരുടെ ഭരണാധികാരികൾക്കാണ് എന്താ പറയുക, കൈസർ എന്ന് പറയാം. കൈസർ രാജാക്കന്മാരുടെ പേരുകളാണ്. അതിലൊരു കൈസറിൻ്റെ പേരാണ് കുസ്തന്തീൻ. ഈ കുസ്തന്തീൻ രാജാവാണ് റോമക്കാരെ ഗ്രീക്കുകാരുടെ ആദർശത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മാറ്റിയത്, പരിവർത്തിച്ചത്. അപ്പോൾ റോമക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗ നാളുകളിൽ വേദക്കാരാണ്, അഹ്ലുൽ കിതാബാണ്, വിശ്വാസികളും അഹ്ലുൽ കിതാബാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു വേദത്തിൻ്റെ ആളുകൾ എന്നുള്ളവർക്ക് വിശ്വാസികളും റോമക്കാരും എന്താണ് ഒരു പിന്നെ റോമക്കാരുടെ വിജയം വിശ്വാസികളെ തൃപ്തരാക്കിയിരുന്നു. അവർക്ക് ഏൽക്കുന്ന പരാജയം വിശ്വാസികൾക്ക് പ്രയാസമുണ്ടാക്കിയിരുന്നു. മുശ്രിക്കുകൾ പേർഷ്യക്കാരുടെ വിഷയത്തിൽ അതേപോലെ. ഇവിടെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് പലതവണ വന്നതാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇവിടെ പറയുന്നില്ല. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ കേവലാക്ഷരങ്ങളാണ്. ആ കേവലാക്ഷരങ്ങൾ എങ്ങനെയാണ് പാരായണം ചെയ്യുക? കേവലാക്ഷരങ്ങൾ എങ്ങനെ പാരായണം ചെയ്യുക? അക്ഷരം വായിക്കല്ല ചെയ്യണം, അക്ഷരം വായിക്കല്ല ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ അതേപോലെയാണ് അലം നശ്റഹ് ലക സദ്റക് അല്ലേ.
അലം അതേപോലെയാണ്. അവിടെ ഇതേപോലെയാണ്. ഗുലിബത്ത് രണ്ടും ഒരേപോലെയാണ്. പക്ഷേ ഇത് അക്ഷരങ്ങളെയാണ് വായിക്കുക. ഇവിടെ അക്ഷരങ്ങളെയാണ് വായിക്കുക. അലം അലം നശ്റഹ് ലക്. എന്നാൽ ഇവിടെ എന്താ വായിക്കുക? അക്ഷരങ്ങളുടെ പേരാണ് വായിക്കുക. അക്ഷരങ്ങളുടെ പേര്. ഈ അക്ഷരത്തിൻ്റെ പേരെന്താ? അലിഫ്. ഈ അക്ഷരത്തിൻ്റെ പേര് ലാം അല്ലേ? ഇത് മീം. ഇത് ഒരുപോലെയാണ്. പക്ഷേ ഇവിടെ അക്ഷരങ്ങൾ വായിക്കും അലം. എന്നാൽ ഇവിടെ അക്ഷരങ്ങളെ വായിക്കില്ല, പിന്നെ അക്ഷരങ്ങളുടെ പേരാണ് വായിക്കുക. അലിഫ് ലാം മീം അങ്ങനെ വായിക്കുക. അത് വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ഏതൊരു ഇതുണ്ടല്ലോ അത് ചേർത്ത് വായിക്കാം. ഏത് ഈ അക്ഷരങ്ങളൊക്കെ ഉണ്ടത് ചേർത്ത് വായിക്കാം. ഇപ്പോൾ ഗുലിബത്തി റൂമു ഫീ അദ്ന അങ്ങനെ വായിക്കാം. ഇനി നമ്മൾ സൂറത്തുൻ നാസ് ഓതി അവസാനിപ്പിച്ചിട്ട് ഫാത്തിഹ തുടങ്ങുകയാണെങ്കിൽ മിനൽ ജിന്നതി വന്നാസി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ അങ്ങനെ ചേർത്ത് ഓതാം. ഈ കേവലാക്ഷരങ്ങൾ കൊണ്ടും തുടങ്ങുന്നിടത്ത് അങ്ങനെ ചേർത്ത് വായിക്കില്ല. പിന്നെയോ അലിഫ് ലാം മീം അങ്ങനെ മുറിച്ചാണ് ഓതുക. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് പാരായണത്തിൻ്റെ. പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ഈ ലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫ്. റസൂൽ പറയുന്നത് ഞാൻ അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്ന് പറയുന്നില്ല. പിന്നെന്താ റസൂൽ പറഞ്ഞത്? അലിഫുൻ ഹർഫ് ലാമുൻ ഹർഫ് മീമുൻ ഹർഫ്. അലിഫുൻ ലാമുൻ മീമുൻ ചേർത്ത് വായിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പേരുകൾ. ചേർത്ത് വായിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പേരുകൾ. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഇത് ഓതുമ്പോൾ ചേർത്ത് വായിക്കാൻ പാടില്ല, ഇതിന് മുറിക്കണം. അലിഫ് ലാം മീം അങ്ങനെ മുറിച്ചാണ് ഓതേണ്ടത്. അത് പിന്നെ എല്ലാ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഈ സൂറത്തുകളിലും അങ്ങനെയാണ്. അത് ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഖാഫ് നൂൻ സ്വാദ് പോലുള്ളതായ സൂറത്തുകളുണ്ട്. രണ്ടക്ഷരം കൊണ്ട് തുടങ്ങുന്ന താഹ യാസീൻ ഹാമീം പോലുള്ളതുണ്ട്. മൂന്നക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന അതേപോലെ അലിഫ് ലാം മീം അലിഫ് ലാം റ ഇങ്ങനെ പോലത്തതുണ്ട്. നാലക്ഷരം കൊണ്ട് തുടങ്ങുന്ന അലിഫ് ലാം മീം സ്വാദ് പോലുള്ള ഇതുണ്ട്. അഞ്ചക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഹാമീം ഐൻ സീൻ ഖാഫ് അല്ലെങ്കിൽ കാഫ് ഹാ യാ ഐൻ സ്വാദ് പോലുള്ളതായ സൂറകളുണ്ട്. എല്ലാത്തിലും ഉണ്ടല്ലോ. അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ആയത്തുകൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആയത്തുകൾ അതിലെ അക്ഷരങ്ങളെ മുറിച്ച് വിശുദ്ധ ഖുർആൻ എല്ലായിടത്തും ചേർത്തോതാൻ പര്യാപ്തമായ രീതിയിലാണ് അവതീർണത്. പക്ഷേ ഇവിടെ അക്ഷരങ്ങളുടെ പേര് ഓതണം, മുറിച്ചോതണം. അലിഫ് ലാം മീം പേരാണ് ഓതേണ്ടത്, പിന്നെ മുറിച്ചാണ് ചേർത്ത് വായിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ പാരായണം അത് എന്താ, ഇപ്പം നമ്മൾ ഗവേഷണം നടത്തി ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതുക? ഒരാൾ മുൻഗാമികളിൽ നിന്ന് പഠിച്ചെടുക്കാതെയാണ് ഇത് ഓതുന്നത് എങ്കിൽ ഇത് ഓതുമ്പോൾ അത് ഓതും. അലം ഗുലിബത്തി റൂം നോതും അല്ലേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഓതും. കാരണം അക്ഷരങ്ങൾ ചേർത്ത് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അലിഫുൻ ലാമുൻ മീമുൻ ഗുലിബത്തി റൂം അങ്ങനെ ഓതും. പക്ഷേ പാടില്ല. അതിൻ്റെ അക്ഷരങ്ങളുടെ പേര് വായിക്കും വേണം, മുറിച്ച് ഓതും വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷയം. ഏതായാലും പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്ത്, അതിൻ്റെ ഈ പൊരുളുകൾ എന്ത് തുടങ്ങിയതിലൊക്കെ കുറേ വിഷയങ്ങളുണ്ട്. നമ്മളത് പലപ്പോഴും അത് നമുക്ക് വന്നതാണ്, ഇവിടെ വിശദീകരിക്കണില്ല. പലയിടത്തും വന്നാണ്. അലിഫ് ലാം മീം ഗുലിബത്തി റൂം. ഗുലിബത്ത് എന്ന് പറഞ്ഞാൽ ഗലബ എന്നതിലാണ് എൻ്റെ മജ്ഹൂൽ. ഖുഹിറത്ത് ഖഹറ തോൽപ്പിക്കപ്പെട്ടു, പരാജയപ്പെടുത്തപ്പെട്ടു. ഗുലിബത്ത്
തോൽപ്പിക്കപ്പെട്ടു. ഗുലിബത്ത് അല്ലെങ്കിൽ പരാജയപ്പെടുത്തപ്പെട്ടു. ആര്? റൂം. റോമക്കാർ. എവിടെയാണ് പരാജയപ്പെടുത്തപ്പെട്ടത്? ഫി അദിനൽ അർദ്. ഫി അദിനൽ അർദ്. ഈ അദിന എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത അദിന. അതിൻ്റെ സ്ത്രീലിംഗാണ് ദുനിയ. അൽ അദിന എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗാണ് അദ്ദുന്യ. നമുക്ക് 2 ലോകമുണ്ട് ജീവിക്കാൻ. ഒന്ന് ഇഹലോകം, മറ്റൊന്ന് പരലോകം. ഇഹലോകം നമ്മളോട് അടുത്ത അല്ലേ, നമ്മളുള്ള ലോകമാണ്. അതുകൊണ്ടാണ് അദ്ദുന്യ, നമ്മളോട് ഏറ്റവും അടുത്ത. അദിന എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത. അദിനൽ അർദ്, അർദിൽ, ഏറ്റവും അടുത്ത അർദിൽ, നാട്ടിൽ, സ്ഥലത്ത് എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഫീ അദിനൽ അർദ്, ഏറ്റവും അടുത്ത നാട്ടിൽ. ഗുലിബത്തി റൂം, റോമാക്കാർ പരാജയപ്പെടുത്തപ്പെട്ടു, തോൽപ്പിക്കപ്പെട്ടു. ഇവിടെ ആരാണ് അവരെ തോൽപ്പിച്ചത്? റോമാക്കാർ തോൽപ്പിക്കപ്പെട്ടു എന്നാണ്. ആരവരെ തോൽപ്പിച്ചു? അത് പറയേണ്ട കാര്യമല്ല. കാരണം എന്താ? അന്ന് ആരേ ഉള്ളൂ? തോൽപ്പിക്കാൻ പേർഷ്യക്കാരും തോൽവിക്ക് ഇരയാകാൻ റോമക്കാരും, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ റോമക്കാരും തോൽവിക്ക് ഇരയാകാൻ പേർഷ്യക്കാരും, ഇങ്ങനെയുള്ളൂ. അപ്പോൾ റോമക്കാർ തോൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തോൽപ്പിച്ചതാരാണ്? പേർഷ്യക്കാരാണ്. പേർഷ്യക്കാർ റോമക്കാരെ തോൽപ്പിച്ചു. ഗുലിബത്തി റൂം, അങ്ങനെ റോമക്കാർ തോൽപ്പിക്കപ്പെട്ടു, പരാജയപ്പെടുത്തപ്പെട്ടു. എവിടെ? ഫി അദിനൽ അർദ്, ഏറ്റവും അടുത്ത നാട്ടിൽ. ഏറ്റവും അടുത്ത നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അൽ എന്നത്, ഈ അൽ അർദ് എന്നുള്ളതുണ്ടല്ലോ, ഇതിൻ്റെ ഫി അർദിഹിം, ഫി അദിന അർദിഹിം എന്നാണ്. അവരുടെ നാടിൻ്റെ ഏറ്റവും അടുത്ത നാട്ടിൽ വെച്ച് തോൽപ്പിക്കപ്പെട്ടു എന്നാണ്. പക്ഷേ ഈഹിം എന്നുള്ളതിന് പകരം ഇവിടെ അൽഫിലാം വെച്ചാണ്. ഫി അദിന അൽ അർദ് എന്ന് പറഞ്ഞാൽ റോമക്കാർ തോൽപ്പിക്കപ്പെട്ടു അവരുടെ അടുത്ത നാട്ടിൽ വെച്ച്, ഏറ്റവും അടുത്ത നാട്ടിൽ വെച്ച്. ആരുടെ? ചില തഫ്സീറുകളിൽ കാണാം ഈ അദിനൽ അർദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത നാട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അദറാത്ത് അല്ലെങ്കിൽ കഷ്കർ, അദറാത്ത് കഷ്കർ നാടുകളിൽ വെച്ച്. ചിലർ പറഞ്ഞില്ല ഉർദുൻ എന്ന് പറഞ്ഞാൽ ജോർഡാനിൽ വെച്ച്. ചിലർ പറഞ്ഞില്ല അൽ ജസീറയിൽ വെച്ച്. ജസീറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസീറത്തുൽ അറബിലല്ല, അൽ ജസീറ എന്ന് പറഞ്ഞെങ്കിൽ യൂപ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള സ്ഥലത്തിനാണ് അൽ ജസീറ. ഏറ്റവും പ്രസിദ്ധമായ, ഇപ്പോൾ അൽ ജസേരി എന്ന് പല പണ്ഡിതന്മാരും വിളിക്കപ്പെടും. അൽ ജസേരി എവിടേക്ക് ചേർത്തിട്ടാ? അൽ ജസീറയിലേക്ക് ചേർത്തിട്ടാ. ഏത് അൽ ജസീറ? ഈ ഇറാഖിലെ യൂപ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസിൻ്റെയും ഇടയിലുള്ള അതിനാണ് അൽ ജസീറ എന്ന് പറയുന്നത്. അതൊരു വലിയ ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ അൽ ജസീറ. അൽ ജസീറയിൽ വെച്ച് തോൽപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പേർഷ്യക്കാരുടെ ഏറ്റവും അടുത്ത സ്ഥലം അൽ ജസീറയാണ്. ഇവിടെ പിന്നെ 3 പേർഷ്യക്കാരുണ്ട്, റോമക്കാരുണ്ട്, പിന്നെ അറബികളുമുണ്ട്. അറബികളിൽ മുഅ്മിനുകളും മുശ്രിക്കുകളും അറബികളുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത നാട്ടിൽ എന്ന് പറഞ്ഞെങ്കിൽ, അവരുടെ ഏറ്റവും അടുത്ത നാട്ടിൽ എന്ന് പറഞ്ഞെങ്കിൽ ആരുടെ ഏറ്റവും അടുത്ത നാട്ടിൽ? അറബികളുടെ ഏറ്റവും അടുത്ത നാട്ടിൽ എന്ന് പറഞ്ഞെങ്കിൽ അദറാത്ത് അല്ലെങ്കിൽ കഷ്കർ എന്ന് പറയുന്ന സ്ഥലം. അതാണ് ഷാമിൽ നിന്ന് മക്കയോട് ഏറ്റവും അടുത്ത സ്ഥലം. മക്കയോടടുത്ത് ഷാമിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒന്ന് ഈ കഷ്കർ അല്ലെങ്കിൽ അദറാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. അതല്ല പേർഷ്യക്കാരുടെ ഏറ്റവും അടുത്ത സ്ഥലം എന്നാണ് എങ്കിൽ അത് അൽ ജസീറയാണ്. ഇനി റോമക്കാരുടെ ഏറ്റവും അടുത്ത സ്ഥലം എന്നാണെങ്കിൽ അതേതാണ്? ഉർദുൻ, ജോർഡാനാണ്. അതുകൊണ്ട് തന്നെ റോമക്കാർ തോൽപ്പിക്കപ്പെട്ടു ഫി അദിനൽ അർദ്, അവരുടെ ഏറ്റവും അടുത്ത നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ ഏറ്റവും അടുത്ത നാട്ടിൽ? അറബികളുടെ എന്ന് പറഞ്ഞവർ അദറാത്ത് കഷ്കർ, റോമക്കാരെന്ന് പറഞ്ഞവർ ഉർദുൻ, പേർഷ്യക്കാരെന്ന് പറഞ്ഞവർ അൽ ജസീറ. പിന്നെ അന്നത്തെ പേർഷ്യ എന്ന് പറഞ്ഞാൽ ടൈഗ്രീസിൻ്റെ
കിഴക്ക്, ടൈഗ്രീസിൻ്റെ കിഴക്ക് മുതൽ അങ്ങോട്ട്, ഇന്നത്തെ ഇറാനൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ പേർഷ്യയാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ പേർഷ്യ കീഴടക്കുമ്പോൾ ഖാദിസിയ എവിടെ? ഖാദിസിയൊക്കെ ഇറാഖിലാണ്. പിന്നെ ഇറാഖിലേക്കാണ് പോയത്. ഇറാഖിൻ്റെ പകുതി പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് പേർഷ്യ വിജയിച്ചടക്കപ്പെട്ടത്. ഇന്നത്തെ ഇറാഖിൻ്റെ പകുതി അന്ന് പേർഷ്യയാണ്. അപ്പോൾ അതിനോട് ഏറ്റവും അടുത്താണ് ജസീറ, അവരോട് ഏറ്റവും അടുത്താണ് അൽ ജസീറ. റോമക്കാർ തോൽപ്പിക്കപ്പെട്ടു ഫി അദ്നൽ അർദ്, ഏറ്റവും അടുത്ത നാട്ടിൽ. വഹും അവർ എന്ന് പറഞ്ഞാൽ റോമക്കാർ, മിൻ ബഅദി ഗലബിഹിം അവരുടെ ഈ തോൽവിക്കപ്പുറം, അവരുടെ ഗലബിഹി എന്ന് പറഞ്ഞാൽ മഗ്ലൂബിയത്തിഹിം അവർ തോൽപ്പിക്കപ്പെട്ടു, തങ്ങൾ തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷം ആണ്. മിൻ ബഅദി ഗലബിഹിം അവരുടെ തോൽവിക്ക് ശേഷം സയഗ്ലിബൂൻ, സ വഴിയെ, യഗ്ലിബൂൻ അവർ തോൽപ്പിക്കും, അവർ ജയിക്കും. സ യഗ്ലിബൂൻ ആരാ? സയഗ്ലിബൂൻ എന്ന് പറഞ്ഞാൽ ആരാ? റോമക്കാർ. സയഗ്ലിബൂൻ അവർ ജയിക്കും, അവർ തോൽപ്പിക്കും എന്നാണ് പറയുന്നത്. അവർ തോൽപ്പിക്കും. ആരെ തോൽപ്പിക്കും? അവരാരെ തോൽപ്പിക്കുക? അവരെ തോൽപ്പിച്ചവർ പേർഷ്യക്കാരാണ്, അവരെ തോൽപ്പിക്കും. അത് ഫി ബിദ്ഇ സിനീൻ, ഫി ബിദ്ഇ സിനീൻ. എന്താ സിനീൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ, വർഷങ്ങൾ. ബിദ്ഇ എന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾ. 3 മുതൽ 10 വരെയുള്ള എണ്ണത്തിനാണ് ബിദ്ഇ പ്രയോഗിക്കുക. അത് മിക്കവാറും അല്ലെങ്കിൽ കൂടിയാൽ അല്ലെങ്കിൽ 7 വരെ, മിക്കവാറും 7 ആയിരിക്കും. ബിദ്ഇ നമുക്ക് വന്നല്ലേ ബിദ്ഇ? ഇവിടെ നമുക്ക് വന്നിട്ടില്ല. ഫലബിസ ഫിസ്സിജിനി ബിദ്അ സിനീൻ. ആരാ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കടന്നു. ബിദ്അ സിനീൻ വർഷങ്ങൾ, അപ്പോൾ ചുരുങ്ങിയ 7 വർഷം. ഏതായാലും ഫി ബിദ്ഇ സിനീൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സയഗ്ലിബൂൻ റോമക്കാർ അവർ തോൽപ്പിക്കും, അവർ ജയിക്കും. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു വയൗമഇദി യഫ്റഹുൽ മുഅ്മിനൂൻ. ലില്ലാഹ് അല്ലാഹുവിനാകുന്നു അൽ അംർ എല്ലാ കാര്യങ്ങളും കൽപ്പനകളും, മിൻ ഖബ്ൽ മുമ്പും, വമിൻ ബഅദ് ശേഷവും. പറയാം, നമുക്ക് വിശദീകരിക്കാം. വയൗമഇദിൻ അന്ന്, അന്നെന്ന് പറഞ്ഞാൽ സയഗ്ലിബൂൻ റോമക്കാർ പേർഷ്യക്കാർക്കെതിരിൽ വിജയം നേടുന്ന അന്ന്, യഫ്റഹുൽ മുഅ്മിനൂൻ മുഅ്മിനുകൾ സന്തോഷിക്കും. യഫ്റഹൂൻ എന്നാണ് പറയുന്നത്. ബിനസ്രില്ലാഹ് യൻസുറു മൻ യശാ വഹുവൽ അസീസുർ റഹീം. ഇതിൽ ഈ റോമക്കാർ തോൽപ്പിക്കപ്പെട്ട് പേർഷ്യക്കാരാൻ. അപ്പം അന്ന് മക്കയിൽ പേർഷ്യക്കാരെ ജയിച്ചപ്പോൾ മുശ്രിക്കുകൾ വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു വരുത്താൻ തുടങ്ങി. ഞങ്ങൾ നിരക്ഷരർ, പേർഷ്യക്കാരും നിരക്ഷരർ. ഞങ്ങൾ വിഗ്രഹാരാധകർ, പേർഷ്യക്കാരും അഗ്നി ആരാധകർ. നിങ്ങൾ വേദക്കാർ, റോമക്കാർ വേദക്കാർ. എന്നിട്ട് വേദക്കാർക്കെതിരിൽ വിഗ്രഹാരാധകർ, അഗ്നി ആരാധകർ വിജയം നേടി. അതുകൊണ്ട് നിങ്ങൾക്കെതിരിൽ ഞങ്ങൾ ജയം നേടും. ഇതാണ് അവരുടെ വർത്താനം. ആരുടെ വർത്താനം? മുശ്രിക്കുകളുടെ വർത്താനം മക്കയിൽ. ഇതവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, പറയുകയാണ്. അപ്പോൾ പിന്നെ ആ വിഷയത്തിലാണ് എന്ത് ചെയ്യണത്? ഈ വചനങ്ങളുടെ അവതീർണത. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂമു ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയാണ്, വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമക്കാർ ശരിയാണ്, പരാജയമേറ്റ് വാങ്ങി. പക്ഷേ ഈ പരാജയത്തിനപ്പുറം സയഗ്ലിബൂൻ, അവർ പരാജയപ്പെടുത്തുന്ന, ജയിക്കുന്ന ഒരു നാളെ പുലരും. അത് ഫി ബിദ്ഇ സിനീൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പ്രവചിച്ചു. ഈ വചനങ്ങൾ ഓതി കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ വളരെയധികം ഒച്ച ഉയർത്തിയിട്ട് ഇത് വിളിച്ചു പറഞ്ഞു.
അപ്പോൾ അതിലെന്താ വിദുഴി സിനീനിൽ റോമക്കാർ ജയിക്കുന്നതാണ്, പേർഷ്യക്കാരെ തോൽപ്പിക്കുന്നതാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനോട് ഇവർ പിന്നെ ഈ മുഖാത്തറ എന്ന് പറഞ്ഞാൽ മുറാഹന, വെറ്റ്, പിന്നെ മുഖാത്തറ നടത്താൻ വേണ്ടിയിട്ട് വന്നു. മുഖാത്തറക്ക് റെഡി ഉണ്ടോ എന്ന് ചോദിച്ചു, വെറ്റ് വെക്കാൻ റെഡി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. ഏതായാലും പിന്നെ ആദ്യം 3 ഒട്ടകങ്ങൾക്ക് പിന്നെ ആയിരുന്നു ഒരു വെറ്റ് വെച്ചത് ഈ വിഷയത്തിൽ. പിന്നീട് അത് 100 ഒട്ടകങ്ങളാക്കി കൂട്ടി വർഷം 9, 7 എന്ന് പറയപ്പെടുന്നു, 9 എന്ന് പറയപ്പെടുന്നു. ഏതായാലും വർഷം കൂട്ടി ഒട്ടകങ്ങളെയും കൂട്ടി ആദ്യം വെച്ച് വെറ്റിൽ നിന്ന് എന്ത് ചെയ്തു, രീതി മാറ്റി കൂടുതൽ കാലം കൂട്ടി ഇത്ര വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും റോമക്കാർ ജയിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് വെറ്റിവെച്ച്. അതിനാണ് മുഖാത്തറ അല്ലെങ്കിൽ മുറാഹന എന്ന് പറയും. അങ്ങനെ വെറ്റിവെച്ച ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ആരാ, ഉബയ്യ് ഇബ്നു ഖലഫ് അൽ ജമഹിയാണ്. ഉബയ്യ് ഇബ്നു ഖലഫ് അൽ ജമഹി കൊടിയ മുശ്രിക്കാണ്. ഇവനാണ് വെറ്റിവെച്ചത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ് വെറ്റിവെച്ചത്. വെറ്റിൻ്റെ വാർത്ത പരന്നു മക്കയിലാകെ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഹിജറ പോകുന്ന സമയം, ഹിജറ പോകുമ്പോൾ വെറ്റുണ്ടല്ലോ, അഥവാ ഇനി റോമക്കാർക്ക് ജയമുണ്ടായില്ല, പേർഷ്യക്കാർ തന്നെയാണ് റോമക്കാരെ തോൽപ്പിക്കുന്നത് എങ്കിൽ ഉബയ്യിന് എന്ത് കിട്ടണം, ഒട്ടകങ്ങളെ കിട്ടണം, ചില്ലറല്ലത്. അപ്പോൾ ഉബയ്യ് പറഞ്ഞ് പിന്നെ ഒരു കഫീലിനെ വെക്കാതെ പോകാൻ പറ്റൂലായിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിനോട്. യാ അബൽ ഫസീൽ, ചരിത്രത്തിൽ അബൽ ഫസീൽ എന്നാണ് ആരെ വിളിക്കണത്, അബൂബക്കർ റളിയല്ലാഹുവിനെ വിളിക്കണത്. അത് കളിയാക്കിക്കൊണ്ട് വിളിക്കണതാണ്. ഈ ഫസീൽ എന്താ, ഫസീൽ ഒട്ടകക്കുട്ടിയാണ്. ബക്കർ എന്താ, ബക്കർ ഒട്ടകക്കുട്ടിയാണ്. അപ്പോൾ അബൂബക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്, ബക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകങ്ങൾക്കാണ് പറയുക, ഒട്ടകക്കുട്ടികൾക്കാണ് പറയുക. ഫസീലും അതാണ്. അപ്പോൾ അബുൽ ഫസീൽ അങ്ങനെ പോകാൻ പറ്റില്ല, എനിക്കൊരു കഫീലിനെ തരാതെ പോകാൻ പറ്റില്ല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു എന്ത് ചെയ്ത് മകൻ അബ്ദുറഹ്മാനെ കൊടുത്ത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ, അബൂബക്കർ റളിയല്ലാഹു ഹിജ്റ പോകുമ്പോൾ മുസ്ലിം ആയിട്ടില്ല. ബദർ യുദ്ധത്തിലും അബ്ദുറഹ്മാൻ ആരല്ല, മുസ്ലിമല്ല, ശത്രുപക്ഷത്ത് പങ്കെടുത്തല്ല ബദറിൽ. അപ്പോൾ കഫീലിന് കൊടുത്താൽ മകനെ അബ്ദുറഹ്മാൻ. എന്നിട്ട് എന്ത് ചെയ്തു, അബൂബക്കർ റളിയല്ലാഹു ഹിജ്റ പോയി. ഉബയ്യ് ഇബ്നു ഖലഫ് ബദറിൽ പങ്കെടുത്തു, ഉഹദിൽ പങ്കെടുത്തു. ഇവൻ ബദറിലും ഉഹദിലും പങ്കെടുക്കുമ്പോൾ പോയാൽ തിരിച്ചു വരുന്ന ഉറപ്പുണ്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു നിശ്ചയിച്ച കഫീലാണ് ആര്, അബ്ദുറഹ്മാൻ പറഞ്ഞ് ഒരു കഫീലിനെ തരാതെ പോകാൻ പറ്റൂല. അപ്പോൾ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ത് ചെയ്തു, മക്കളെ കഫീലായിട്ട് കൊടുത്തു. ഈ ഉബയ്യ് ഇബ്നു ഖലഫ് അൽ ജമഹി ബദറിൽ രക്ഷപ്പെട്ടു. ഉഹദിൽ റസൂലുള്ളാഹിൻ്റെ കയ്യാൽ നേരിട്ടില്ലെങ്കിലും കൊല്ലപ്പെട്ട ഏക മനുഷ്യൻ ഇയാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യാൽ നേരിട്ട് ആരും കൊല്ലപ്പെട്ടിട്ടില്ല. നേരിട്ട് ഉബയ്യ് ഇബ്നു ഖലഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉഹദ് യുദ്ധത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിന് ആ സന്ദർഭത്തിൽ മുറിവേറ്റ് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ സമയത്ത് ഇയാൾ തേടി വരികയാണ്. മുഹമ്മദ് എവിടെ ചോദിച്ചു വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ഇവിടെ തടുക്കണ്ട വരാൻ പറയണം. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടുളി കൊണ്ട് അവൻ്റെ തലയിൽ തോണ്ടി ഇങ്ങനെ. അപ്പോൾ അതോടുകൂടി അയാൾക്ക് പിന്നെ ആ തോണ്ടലേറ്റ് പിന്നെ അയാൾ വേവത് പൂണ്ട് ബേജാറായി വേദനിച്ച് പായുകയാണ് ചെയ്യണത്. റസൂലുള്ളാഹി കൈകൊണ്ട് വെട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഈ പണിയേ ചെയ്തിട്ടുള്ളൂ. മക്കയിലേക്കുള്ള വഴിയിൽ ഇവൻ തീരുക ചെയ്തത്. ഖത്തലനി മുഹമ്മദ് എന്നെ കൊന്നു പറഞ്ഞാൽ പോയി അതിൽ ഇതിൽ തീരുക ചെയ്ത് ആര്, ഉബയ്യ് ഇബ്നു ഖലഫ്. അപ്പോൾ ഉഹദിലേക്ക് വരുമ്പോൾ അബ്ദുറഹ്മാൻ കഫീലിനെ ചോദിക്കുന്നുണ്ട്. അപ്പം മക്കളെ കൊടുത്ത്. ഏതായാലും ഈ പിന്നെ ചരിത്രത്തിൽ ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണെന്ന് പറയുന്നുണ്ട്, അതല്ല ഹുദൈബിയയുടെ ശേഷമാണെന്ന് പറയുന്നുണ്ട്. റോമാക്കാരെന്ത് ചെയ്തു,
പേർഷ്യക്കാരെ തോൽപ്പിച്ചു, റോമക്കാർ വിജയം ഭരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഉബയ്യ് ഹലാസ് വടിയായി, പടായി. എപ്പോൾ? ഉഹുദിനോടനുബന്ധിച്ച്. പിന്നെ മക്കൾ എന്ത് ചെയ്ത് വാപ്പൻ്റെ ആ ബെറ്റിൻ്റെ തുക അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മക്കളെ ഏൽപ്പിച്ചു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അത് കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദക്ക ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവരോട് എടുക്കേണ്ട അത് സദക്ക ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ചരിത്രത്തിൽ. ഈ ചരിത്രത്തിൽ ഈ റസൂലുള്ളാഹിൻ്റെ മക്ക കാലഘട്ടത്തിൽ റോമക്കാരെ തോൽപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ തോൽപ്പിച്ച വിഷയമുണ്ട്. അതേപോലെ തന്നെ ഹുദൈബിയ സന്ധിയുടെ ശേഷം തോൽപ്പിച്ച വിഷയങ്ങളുണ്ട്. ഈ ഇന്നത്തെ മാതിരി ഉള്ളുണ്ടല്ലോ, ഒരു റോമ എന്ന് പറഞ്ഞെങ്കിൽ വലിയ ഒരു ലോകമല്ലേ, പേർഷ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ്. പിന്നെ അവിടെ ഒരു യുദ്ധം നടക്കുമ്പോഴത്തേക്ക് ഇന്ന് അതേ തത്സമയം സംപ്രേഷണം ചെയ്യാനും വാർത്ത എത്തിക്കാനും എന്നുള്ള സംവിധാനമല്ല. അന്ന് അവിടെ ഒരു യുദ്ധം നടത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കച്ചവട സംഘം ആ വാർത്ത കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെ പ്രവചിക്കുക ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ അന്യോന്യമുള്ള ഏറ്റുമുട്ടൽ പല കോണുകളിലും പലയിടത്ത് വെച്ച് പല രീതിയിൽ നടക്കും. അപ്പോൾ ചിലപ്പോൾ എന്തിട്ടുണ്ടാവും? റോമക്കാരെ ഏതെങ്കിലും ഒരു ഏരിയയിൽ വെച്ചിട്ട് പേർഷ്യക്കാരോട് മുട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യണത്, പല ചരിത്രങ്ങൾ വരുന്നത്, തോൽപ്പിച്ച ചരിത്രമൊക്കെ വരുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട തോൽവിയുടെ ചരിത്രം വരുന്നത് അത് ഹുദൈബിയ സന്ധിയുടെ ശേഷമുള്ള റോമക്കാരുടെ തോൽപ്പിക്കലാണ്. ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ, അതാണ് പിന്നെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ഒരു പ്രധാന സംഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഭാവിയിൽ നടക്കും എന്ന് പറഞ്ഞതാണ്, പ്രവചിച്ചാണ്. അതിൽ വചനഫിയത് അതേപോലെ സംഭവിച്ചു. റോമക്കാർ തിരിച്ച് പേർഷ്യക്കാരെ വധിച്ചു, യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അത് ഏറ്റവും വിശ്രുതമായ വലിയൊരു സംഭവമായി അത് മക്കയിൽ വാർത്തയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഹുദൈബിയ സന്ധിയുടെ വ്യവസ്ഥ പ്രകാരം, ഹുദൈബിയ സന്ധി പ്രകാരം എന്താണ്? പരസ്പരം യുദ്ധം പാടില്ല എന്നുള്ളതാണ്. ആര് തമ്മിൽ? വിശ്വാസികളും മുശ്രിക്കുകളും പരസ്പരം യുദ്ധം പാടില്ല 10 വർഷം. പിന്നെ വിശ്വാസികളുടെ പക്ഷത്ത് ആര് കക്ഷി ചേരുന്നുവോ, അതേപോലെ മുശ്രിക്കുകളോട് ആര് കക്ഷി ചേരുന്നോ അവർക്ക് കക്ഷി ചേരാം. എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? അവർ പരസ്പരം എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? യുദ്ധം ചെയ്യാൻ സഹായിക്കാൻ പാടില്ല. അതൊക്കെ വ്യവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹുദൈബിയ സന്ധിക്കപ്പുറം സമാധാനത്തിൻ്റെ നാടുകൾ ഇതായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറക്കലിന് ദഅവത്ത് നടത്തിയിട്ട് കത്ത് കൊടുത്തയക്കുന്നുണ്ട്. ഹിറക്കലാരാ? കൈസർ റൂം, റോമക്കാരുടെ കൈസർ. അന്നത്തെ കൈസറാണ് ആര്? ഹിറോക്ലിയസ് രാജാവ്. ഹിറോക്ലിയസിന് കത്ത് കൊടുത്തയക്കുന്നുണ്ട്. ആ കത്ത് പിന്നെ കൊണ്ടുപോയിട്ട് ബുസ്രയിലെ അല്ലെങ്കിൽ ഈലിയായിലെ പുരോഹിതനൊക്കെ ഏൽപ്പിക്കാനാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കത്ത് അവിടെ എത്തുന്ന സമയം ഹിറോക്ലിയസ് റോമയിലല്ല, പിന്നെ അദ്ദേഹം ഹലബിൽ നിന്ന് പിന്നെ എവിടേക്ക്? ഈലിയായിലേക്ക് കാൽനടയായിട്ട് ഒരു നേർച്ച പൂർത്തിയാക്കുകയാണ്. കാൽനടയായിട്ട് നടന്നിട്ട് നേർച്ച പൂർത്തിയാക്കുകയാണ്. ആര്? ഹിറോക്ലിയസ്. എന്തിനാണ് നേർച്ച പൂർത്തിയാക്കുന്നത്? ഹിറോക്ലിയസ് കാൽനടയായിട്ട് അവിടേക്ക് വരികയാണ്, ബൈത്തുൽ മഖ്ദിസിലേക്ക് വരികയാണ് ഹലബ് ദേശത്ത് നിന്ന്. എന്തിനാ കാൽനടയായിട്ട്? രാജാവ് ഹിറോക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദീമുർ റൂം, റോമക്കാരുടെ മഹാരാജാവാണ്. അയാൾ എന്തിനാ കാൽനടയായിട്ട് ഈ ഇത്രയും ദൂരം നടക്കുന്നത്? പേർഷ്യക്കാരെ റോമക്കാർ തോൽപ്പിച്ചതിൽ അള്ളാഹ്ക്ക് നന്ദി, പടച്ചോന് നന്ദി പ്രകാശിപ്പിച്ചിട്ട് മൂപ്പരെന്ത് ചെയ്യാണ്? നടക്കുകയാണ്. അതാണ് ഈ ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് ഇത് നടന്നു എന്നുള്ളതിൻ്റെ തെളിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്ത് കൊടുത്തയച്ചപ്പോൾ ആ കത്ത് നേരിട്ട് രാജാവിന് കൊടുക്കാനല്ല പറയുന്നത്, പിന്നെ അത് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അത് പിന്നെ രാജാവിന് ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. കാരണം രാജാവ് ഈ നടത്തത്തിലാണ്. ഇപ്പം ഇന്നത്തെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ കേരള യാത്ര എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു യാത്രയിലാണ് പരിവാരങ്ങളോടൊത്ത്. പിന്നെ വലിയ ഒരു പരിപാടിയാണത്.
ആ യാത്ര, ഒരു നേർച്ചയുടെ പൂർത്തീകരണം അതിലാണ്. അങ്ങനെ ഹിറോക്ലിയസിന് എന്ത് ചെയ്യാണ്, ഹിറോക്ലിയസ് അവിടുന്ന് ഹലബിൽ ഹിംസ് ഞാൻ ഹലബ് എന്ന് പറഞ്ഞല്ലേ, ഹിംസിൽ നിന്ന് പിന്നെ ഈലിയായിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്കുള്ള ആ നടത്തം അത് നടന്ന് എത്തുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ കത്ത് കൊടുക്കുന്നത്, റസൂലുള്ളാഹിൻ്റെ കത്ത് കൊടുക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കത്ത് ഹിറോക്ലിയസിന് കിട്ടിയപ്പോൾ അദ്ദേഹം വേഗം തുർജുമാനെ കൊണ്ടുവന്നിട്ട് വായിപ്പിക്കുകയാണ്, കത്ത് വായിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാ ഇലാ അദീമിർ റൂം ഹിറക്കൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കത്തിൻ്റെ വിഷയമാണ്. അപ്പോഴാണ് എന്ത് ചെയ്യണത്, ഈ ഹിറോക്ലിയസ് എന്ത് ചെയ്യണത്, ഷാം ദേശത്തേക്ക് ഏതെങ്കിലും അറബികൾ മക്കയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അന്ന് ആരുണ്ടായിരുന്നു ഷാമിൽ? അബു സുഫിയാൻ ഉണ്ടായിരുന്നു, അബു സുഫിയാൻ ഇബ്നു ഹർബ്. കാരണം ഹിറോക്ലിയസിന് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കത്തയച്ചപ്പോൾ ആ കത്ത് വായിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് തിട്ടം വരുത്തണം, വിവരം അറിയണം. അപ്പോൾ പിന്നെ മക്കയിൽ നിന്ന് ആരാണ് വന്നിട്ടുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അറബികൾ ഇവിടെ ഉണ്ട്, പിന്നെ അബു സുഫിയാനും കൂടെ കച്ചവടക്കാരായിട്ടുള്ള അറബികളുണ്ട്. അപ്പോൾ ഹിറോക്ലിയസ് അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഹിറോക്ലിയസ് അബു സുഫിയാനെ മുന്നിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ബാക്കിൽ നിർത്തി, വരിയാക്കിയിട്ട് അബു സുഫിയാൻ നേരെ മുന്നിൽ, ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ നിർത്തി. എന്നിട്ട് ആളുകളോട് പറഞ്ഞ്, ഞാൻ ഇദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, ആരെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. കത്തയച്ച വ്യക്തി ഉണ്ടല്ലോ, ചോദ്യം ചോദിക്കും ഹിറോക്ലിയസ് ഇതിന് അബൂ സുഫിയാനോട്. ഇതേ സത്യമാണ് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞത് സത്യമാണെന്ന് പറയണം. കളവാണ് പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പറയണം കളവാണ്. കാരണം അബൂ സുഫിയാനിന് അങ്ങനെ പെഗ് കാണൂല, അതുകൊണ്ട് അവർക്ക് പറയാം, സൂചിപ്പിക്കണം എന്ന് പറയണം കളവാണ് പറഞ്ഞതെങ്കിൽ. അങ്ങനെ ചോദിച്ചു. എന്താ ചോദിച്ചേ ഹിറോക്ലിയസ്? അതിൽ നമുക്ക് റോമക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട്. അദീമുർ റൂം, റോമക്കാരുടെ മഹാരാജാവ് ഹിറോക്ലിയസ് ചോദിച്ചത് അബൂ സുഫിയാനോട് ചോദിക്കാണ്, നിങ്ങളും ഈ കത്തയച്ച ആളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള ഖറാബത്ത് എന്താണെന്ന് ചോദിച്ച്. എന്താ ഖറാബത്ത്? കുടുംബ ബന്ധം. അപ്പോൾ എന്താ അബൂ സുഫിയാൻ പറഞ്ഞത്? ഹുവ ഇബ്നു അമ്മി, അദ്ദേഹം എൻ്റെ അമ്മിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞത്. പിതൃ സഹോദരൻ്റെ പുത്രനാണെന്ന് പറഞ്ഞത്. കാരണം അബൂ സുഫിയാൻ ഇബ്നു ഹർബ് ബിനു ഉമയ്യ ഇബ്നു അബ്ദുഷംസാണ്. അബ്ദുഷംസ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ല ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു അബ്ദുമനാഫ് ഇബ്നു ഹാഷിം പിന്നെ അപ്പോൾ സഹോദരങ്ങളുടെ മക്കളാണ് അത് പറഞ്ഞു. പിന്നെന്താ ചോദിച്ചേ? ഹിറോക്ലിയസ് ചോദിച്ച്, പിന്നെ ആദ്യം ഖറാബത്ത് ചോദിച്ച്, പിന്നെ നസബ് ചോദിച്ച്. നസബ് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിൻ്റെ കുടുംബം നസബു എങ്ങനെയാണ് നിങ്ങളിൽ, കൈഫ നസബുവും ചോദിച്ച്. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, വഫീന ദു ഷറഫ്, നല്ല തറവാട്ടിൽ നിന്നുള്ള മെമ്പറാണ് എന്ന് പറഞ്ഞ്. പിന്നെ അബു ചോദിച്ചു, പിന്നെ ഹൽ കുന്തും തത്തഹിമൂനഹു ഫിൽ കദിബി ഖബല യഖൂല മാ ഖാൽ, അദ്ദേഹത്തെ കളവിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നാണ് ചോദിച്ചത്. വല്ല തുഹമത്തും ഉണ്ടായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് ഇപ്പോൾ പറയുന്നു. ഇത് പറയുന്നതിന് മുമ്പ് 40 വർഷം അവിടെ ഉണ്ടായിരുന്നല്ലോ മക്കത്ത്, നിങ്ങൾ അദ്ദേഹത്തെ കളവിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബൂ സുഫിയാൻ എന്താണ്? ഇല്ല. പിന്നെ ഈ ആരെങ്കിലും ഇദ്ദേഹത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് പ്രവാചകത്വം വാദിച്ചിട്ടുണ്ടോ ചോദിച്ച്. ഖബലഹു, ഇസ്ലാം തങ്ങൾക്ക് മുമ്പ് മക്കയിൽ ആരെങ്കിലും ഇത് വാദിച്ചിട്ടുണ്ടോ ചോദിച്ച്. അപ്പോൾ അബൂ സുഫിയാൻ ഇല്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെ വാദിച്ച് ഒരാളുണ്ടായിരുന്നെങ്കിൽ അനുകരണീയനാണ്. ഇതിനു മുമ്പ് ഒരാൾ വാദിച്ചിട്ടുണ്ട്, അപ്പോൾ അയാൾ അനുകരിച്ചിട്ട് വാദിക്കുകയാണ് മുഹമ്മദ് എന്ന് പറയാൻ പറ്റുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാക്കളിൽ ആരെങ്കിലും മലിക്, രാജാക്കന്മാരുണ്ടായിരുന്നോ ചോദിച്ച്. ഹിറോക്ലിയസ്, രാജാക്കന്മാരുണ്ടായിരുന്നു. ആരെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കളിൽ ആരെങ്കിലും രാജാക്കന്മാരായിട്ടുണ്ട്? അപ്പോൾ ഇല്ല എന്നാണ്. അപ്പോൾ ഹിറോക്ലിയസ് പറഞ്ഞ്, വല്ല രാജാക്കന്മാരുണ്ടായിരുന്നെങ്കിൽ പ്രപിതാക്കന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ രാജവാഴ്ച അതിൻ്റെ അധികാരം ചോദിക്കാൻ നമുക്ക് പറയാമായിരുന്നു എന്ന് പറഞ്ഞു. കളവിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു വെച്ചപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്,
ജനങ്ങളുടെ വിഷയത്തിൽ കളവ് പറയാത്തൊരു മനുഷ്യൻ അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഹിറോക്ലേസ് പറയുന്നു. അതുണ്ട്. പിന്നെ ചോദിച്ച് ഈ അഷ്റാഫുന്നാസാണോ ജനങ്ങളിലെ പ്രമാണിമാരാണോ അതല്ല പിന്നെ ദുർബലരാണോ പിൻപറ്റണമെന്ന് ചോദിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ആരാന്ന് ചോദിച്ചു. അഷ്റാഫുന്നാസാണോ അതെല്ലാം ദ്വാഫാവും ദുർബലരാണ്. അപ്പോൾ ദ്വാഫ ദുർബലരാണ്. അപ്പോൾ ഹിറോക്ലേസ് പറഞ്ഞു ഹും അത്ബാഉൽ അംബിയ, അവരാണ് നബിമാരുടെ പിൻഗാമികൾ, ദുർബലരായ ആളുകൾ എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു ഹൽ എന്താ യസീദൂൻ അം യൻഖുസൂൻ, ഇവർ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത് അല്ല എണ്ണം കുറയാണ് ചെയ്യും ഹിറോക്ലിയസ്. അപ്പോൾ പറഞ്ഞ് ബൽ യസീദൂൻ, കുറയണമൊന്നുമില്ല കൂടുക തന്നെയാണ് എന്ന് പറയണം. പിന്നെ ഹൽ യർത്തദ്ദു അഹദും മിൻകും സഖ്തതൻ മിൻ ദീനിഹി, ഈ ദീനിനോട് വെറുപ്പുണ്ടായിട്ട് ആരെങ്കിലും മതപരിത്യാഗം മുർത്തദ്ദാണെന്ന് ചോദിക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞങ്ങൾക്കില്ല ദീൻ ഒഴിവാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് ഇല്ല. അബൂ സുഫിയാൻ പറയുന്നത് ആരും കൂടിയവരൊന്നും ഒഴിവാക്കണമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഹിറോക്ലിസ് പറയണതാണ് ഈമാൻ്റെ മാധുര്യം ഹൃദയത്തിൽ സന്നിവേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരും അത് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയും ഇതിൽ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്കിടയിൽ ഹൽ ഖാത്തൽ തുമൂഹു വഖാത്തലക്കും, അദ്ദേഹം നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഖിതാലിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു യുദ്ധം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൈഫൽ ഖിതാലു ഫീക്കും, എങ്ങനെയാണ് ആ യുദ്ധം? അപ്പം പറഞ്ഞ് പിന്നെ അത് ദുവൽ എന്ന് പറഞ്ഞാൽ നുദാലു അലൈഹി വഹു യുദാലു അലൈന. ബദറിൽ ഞങ്ങളെ തോൽപ്പിച്ചു, ഉഹുദിൽ ഞങ്ങൾ തോൽപ്പിച്ചു, അങ്ങനെ ഊഴമനുസരിച്ചാണ് യുദ്ധത്തിൻ്റെ ഗതി എന്ന് പറഞ്ഞു. അപ്പോൾ ഹിറോക്ലിസ് പറഞ്ഞ് അമ്പിയാക്കൾ അങ്ങനെയാണ്, അമ്പിയാക്കൾ അങ്ങനെ പരീക്ഷിക്കപ്പെടും. പക്ഷേ ആഖിബത്ത് അന്തിമ വിജയം അതായിരിക്കാണ്, അത് നബിമാർക്കായിരിക്കും എന്ന് പറയണം. പിന്നെ ചോദിച്ചു ഇത് പിന്നെ ഹൽ യുഗാദിർ അല്ലെങ്കിൽ യഗ്ദുർ, എന്താ യഗ്ദുർ, വല്ല ചതിയും നടത്തുന്നുണ്ടോ ചോദിക്കണം. സ്വലാസന്മാർ വല്ല ചതിയും നടത്തുന്നുണ്ടോ ചോദിക്കണം. അപ്പോൾ അബൂ സുഫിയാൻ പറയുന്നത് ചതി നടത്തുന്നില്ല, പക്ഷേ ഇപ്പം ഞങ്ങളും അദ്ദേഹം തമ്മിലൊരു കരാറാണ്, അതിൽ ചതി നടത്തുമെന്നൊരു പേടി ഞങ്ങൾക്കുണ്ട് എന്ന് പറയാം. എന്താ ഹുദൈബിയ സന്ധി ഉദ്ദേശിച്ചിട്ട്, ഹുദൈബിയ സന്ധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുറൈശികൾ തമ്മിലുള്ള കരാറല്ലേ. ചതി നടത്തിയിട്ടില്ല, പക്ഷേ ഇപ്പം ഞങ്ങളും അദ്ദേഹവും തമ്മിലൊരു കരാറിലാണ്, അതിൽ ചതി നടത്തുമോ എന്നുള്ള പേടിയുണ്ട് എന്ന് പറയണം. അബൂ സുഫിയാൻ പറയണേ എന്തെങ്കിലും ഒന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എതിർത്ത് പറയാൻ, പ്രതികൂലമായിട്ടൊന്ന് പറയാൻ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. ഈ ഒരു വാചകം ഈ സംഭാഷണത്തിൽ തിരികെ കയറ്റാനല്ലാതെ ഏത് ഇപ്പോൾ ഒരു ഉടമ്പടിയിലാണ്, അതിൽ ഞങ്ങൾ ചതിക്കുമെന്നൊരു പേടി ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞതാണ്. ഏതായാലും പിന്നെ ഇലമയതോ എന്തിലേക്കാണ് ദഅവത്ത് നടത്തുന്നത് ചോദിച്ചു. പറഞ്ഞു തൗഹീദിലേക്കാണ്, ശിർക്ക് ഒഴിവാക്കാനാണ്, സലാത്ത്, സദഖത്ത്, പിന്നെ സിലത്ത്, പിന്നെ അമാനത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളോട് ദഅവത്ത് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹിറോക്ലിസ് അവസാനം പറഞ്ഞു ആദാ സിഫത്തുൻ നബി, അതൊരു നബിയുടെ സ്വഭാവമാണ്, പ്രത്യേകതയാണ് എന്നൊക്കെ പറഞ്ഞ വിഷയം. ഈ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം കേട്ടു. ആ ഉത്തരങ്ങൾക്കൊക്കെ ഹിറോക്ലിയസ് വളരെ സുന്ദരമായിട്ട് പ്രതികരിച്ചു. അതോടുകൂടി തന്നെ അബൂ സുഫിയാൻ എങ്ങനെ ഉണ്ടാവും ഇത് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അബൂ സുഫിയാൻ അതിനെ തുടർന്ന് കൂടുതൽ ഷിർക്കിൽ നിന്നില്ലല്ലോ. അബൂ സുഫിയാൻ മാറിയില്ല, വളരെയധികം പരിവർത്തിക്കപ്പെട്ടു. ഏതായാലും പിന്നെ ഹിറോക്ലിയസിൻ്റെ ചോദ്യം തീർന്ന് ഈ സദസ്സ് തീർന്നു. അപ്പോഴാണ് അബൂ സുഫിയാൻ പറയുന്നത് ലഖദ് അമീറ, അബൂ സുഫിയാൻ അറബികളോട് പറയാണ് ലഖദ് അമീറ അംറു ഇബ്നു അബി കബിഷത, ഇങ്ങനെ പറഞ്ഞത് ഹത്ത യഖാഫുഹു മലികു ബനിൽ അസ്ഫർ, മലികു ബനിൽ അസ്ഫർ. എന്താ ലഖദ് അമീറ അംറു ഇബ്നു അബി കബ്ഷ. ഇബ്നു അബി കബ്ഷ എന്ന് പറയുന്നത് ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
ഇബ്നു അബി കബ്ഷ എന്ന് പറയാൻ കാരണം അതിപ്പോൾ നമ്മളിവിടെ അബൂബക്കറിന് അബൂ ഫസീൽ എന്ന് പറഞ്ഞേ അതേപോലത്തെ ഒരു പ്രയോഗമാണ്. റസൂലുള്ളാഹിൻ്റെ പ്രപിതാക്കന്മാരിൽ അല്ലെങ്കിൽ പൂർവ്വപിതാക്കളിൽ ഒരാൾ ആരുണ്ട്? അബൂ കബ്ഷ ഉണ്ട്. പക്ഷേ പിന്നെ റസൂലുള്ളാഹിൻ്റെ പൂർവ്വപിതാക്കളിൽ ഇപ്പോൾ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, ഖുസൈ, ഖുറൈഷ്, പിന്നെ കഅബ്, മാലിക്, ലുഅയ്, ഗാലിബ്, ഫിഹ്ർ, നദർ, മുദർ അതൊക്കെ പ്രസിദ്ധരല്ലേ? എല്ലാവരും പ്രസിദ്ധരാണ്. അതിലൊരാൾ പറഞ്ഞാൽ മതി. പക്ഷേ അബൂ സുഫിയാൻ ഇബ്നു അബി കബ്ഷ എന്ന് പറയുക കാരണം ഈ പിതാക്കളിൽ നിഷ്പ്രഭമായ പ്രശസ്തിയില്ലാത്ത പേരില്ലാത്ത ഒരാളെ പറയാൻ കാരണം എന്തേനാ അത് ഈ അറബികളുടെ ഒരു സ്വഭാവങ്ങളിൽപ്പെട്ടതാണത്. എത്ര പാരുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അദ്നാൻ്റെ മകനല്ലേ, ഇബ്നു മുദർ, അങ്ങനെ റസൂലുള്ള ഖുറൈശിയല്ലേ. പക്ഷേ ആ പ്രസിദ്ധമായതൊന്നും പറയാതെ ഇബ്നു അബി കബ്ഷ എന്ന് പറയാൻ കാരണം ഈ അബൂ കബ്ഷ എന്നുള്ളത് പിതാക്കന്മാരിൽ ഒരാൾ ആണ്. പക്ഷെ അദ്ദേഹം എന്തല്ല അത്ര പ്രസിദ്ധനല്ല, പേരെടുത്ത ആളല്ല. അതുകൊണ്ട് അതാണ് അബൂ സുഫിയാൻ അത് പറയാൻ കാരണം. എന്തായാലും വേറെ ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂ സുഫിയാൻ പറയുന്ന അമീറ അമ്രു ഇബ്നു അബി കബ്ഷ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തി അത് നാടൊട്ടുക്ക് പരന്നു എന്നാണ്. അമീറ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായി പ്രോജ്വലമായി എന്നാണ് പറയുന്നത്. ഹത്താ യഖാഫുഹു മുലൂക്ക് ബനുൽ അസ്ഫർ, ബനുൽ അസ്ഫറിൻ്റെ മലിക് രാജാവ് ഭയക്കാൻ മാത്രം, അല്ലെങ്കിൽ യഹാബുഹു ഗാംഭീര്യം കാണാൻ മാത്രം. ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ ആരാ? ഇതാണ് റോമക്കാർ. അപ്പോൾ റോമക്കാരുടെ മറ്റൊരു പേരാണിത് ബനുൽ അസ്ഫർ. അതാണ് ഇവിടെ പിന്നെ അബൂ സുഫിയാൻ പ്രയോഗിച്ചത്. ബനുൽ അസ്ഫറിൻ്റെ രാജാവ് ഗാംഭീര്യം കാണാൻ മാത്രം, ഭയക്കാൻ മാത്രം ഇബ്നു അബി കബ്ഷയുടെ പേരും പ്രശസ്തിയും അത് കേളി കേട്ടു നാടൊട്ടുക്കായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അമീറ. അപ്പോൾ ഞാനിവിടെ ഇത് കൊണ്ടുവന്നത് ഈ ഒരു സംഭാഷണം അരങ്ങേറാനുള്ള കാരണം ഉണ്ടല്ലോ, അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കത്തയച്ചതാണ്. കത്തയച്ചപ്പോൾ നേരിട്ട് ഹിറോക്ലിയസിന് അത് കൊടുക്കാൻ പറ്റാതിരിക്കാൻ കാരണം എന്താ? ഹിറോക്ലിയസ് നടത്തത്തിലാണ്. ബൈത്തുൽ മുഖദ്ദിസ് യാത്ര അങ്ങനെ പറയാം അല്ലേ. ആ യാത്രയിലാണ് അദ്ദേഹത്തിൻ്റെ നേർച്ച പൂർത്തീകരിക്കാൻ. ആ നേർച്ച നേർന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. റോമക്കാർ പേർഷ്യക്കാരെ തോൽപ്പിച്ചതിൽ അള്ളാഹ്ക്കുള്ള ഒരു ശുക്ർ, അതിനാലാണ് അദ്ദേഹം ആ നേർച്ച നേർന്നത് എന്നുള്ളതാണ്. ഏതായാലും അത് ഞാനിവിടെ കൊണ്ടുവന്നത് ഈ പിന്നെ റോമക്കാരുടെ വിജയം പേർഷ്യക്കാർക്കെതിരെ അത് ഈ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കെ ഹിജ്റയുടെ 6 ഹുദൈബിയ സന്ധി ഉണ്ടായത്. ആ ഹുദൈബിയ സന്ധിക്കപ്പുറം ഹിജ്റയുടെ 7 ഇത് നടന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ രാജാക്കന്മാരുടെ കത്തുകളെ കൊടുത്തയച്ചത്. രാജാക്കന്മാരുടെ കത്ത് കൊടുത്തയച്ചു. അതിൽ ഈ കത്ത് വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. ഹിറോക്ലിയസിനെ നന്നായി സ്വാധീനിച്ചു. ഹിറോക്ലിയസ് ഈ കത്ത് പിന്നെ വായിപ്പിക്കുകയാണ്. എന്നിട്ട് നടന്ന അത്ഭുതങ്ങൾ ഹിറോക്ലിയസ് റോമക്കാരോട് പറയാണ്, നിങ്ങൾക്ക് റുഷ്ദ് വേണം, നിങ്ങൾക്ക് ഫലാഹ് വേണം. റുഷ്ദ് എന്ന് പറഞ്ഞാൽ ഒരു വിവേകത്തിൻ്റെ നിലപാട് വേണം. ഫലാഹ് നിങ്ങൾക്ക് വിജയം വേണം. എങ്കിൽ തുബായിഊന ഹാദൻ നബി, തുബായിഊന ഹാദൻ നബി, ഈ നബിയെ ബയ്യത്ത് ചെയ്തോളി എന്ന് പറയാണ്. അപ്പോൾ ഹാസു ഹൈസത്തൽ ഹിമാർ എന്നാണ്, കഴുതകൾ അലറും പോലെ ഈ ആളുകൾ അലറിയെന്നാണ്. അവർ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ഹിറോക്ലിയസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അറിഞ്ഞാണ്. നിങ്ങൾക്ക് പിന്നെ എത്ര നിങ്ങളുടെ ഈ ദീനിൽ കൂറുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് ഹിറോക്ലിയസ് അവരെ അടക്കിയത്. പിന്നെ ഹിറോക്ലിയസ് കൂടുതൽ ജീവിച്ചിട്ടില്ല. ഹിറോക്ലിയസിൻ്റെ ചരിത്രം അങ്ങനെ തീർന്നു. അയാൾ ആശ്രമ തങ്ങളെ സമ്മതിച്ചിട്ടുമില്ല. അന്നാണ് പേർഷ്യക്ക് അത് കത്ത് കൊടുത്തയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പേർഷ്യൻ രാജാവിനും കത്ത് കൊടുത്തയച്ച്. ഈ അതും ഇതുമായി ബന്ധപ്പെട്ടതാണ്. എന്താ പേർഷ്യൻ രാജാവിന് കത്തയച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അബ്ദുള്ള ഇബ്നു ഹുദാഫത്ത് സഹമിയിലൂടെയാണ് കത്ത് കൊടുത്തയച്ചത്. പേർഷ്യൻ രാജാവിൻ്റെ പേര് എന്താ?
കിസ്ര, അത് സ്ഥാനപ്പേര്. അയാളുടെ പേരെന്താ? പേർഷ്യൻ രാജാവ് നമ്മൾ കൈസർ എന്ന് പറഞ്ഞാൽ റോമൻ രാജാക്കന്മാരുടെ സ്ഥാനപ്പേര്. അതിൽ കത്ത് കൊടുത്ത രാജാവാരാണ്? ഹിറക്കൽ. ഇത് പേർഷ്യൻ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് കിസ്ര. അത് അറബിയിൽ ഖുസ്രു എന്നാണ് പറയുക. ഖുസ്രു ഇബ്നു ഹുർമുസാണ്. അതാണ് കിസ്രയായത്. ഖുസ്രു ഇബ്നു ഹുർമുസ്. ഇയാളെ പേരെന്താ? ഈ ഖുസ്രു എന്നുള്ളത് ഇതാണ്, കിസ്രയാണ്. പേര് പർവീസ് ഇബ്നു ഹുർമുസാണ്. അഹ്ൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരുണ്ടല്ലോ, പർവീസ് പേരിടൂല പലരും കേട്ടോ. പർവേസ് എന്നറിയില്ലേ? പർവേസ്. അയാളുടെ പേരതാണ്. പർവേസ് ഇബ്നു ഹുർമുസാണ്. ഹുർമുസിൻ്റെ മകൻ പർവേസ്. അതാണ് അന്നത്തെ കിസ്ര. ഈ പർവേസിൻ്റെ മകൾ ബൂറാൻ, മകൻ യസ്ദജർദ്. പർവേസിനാണ് കത്ത് കൊടുത്തയച്ചത്. പർവേസ് ഇബ്നു ഹുർമുസ്, അയാളാണ് അന്നത്തെ കിസ്ര. ഇയാളെയാണ് തോൽപ്പിക്കുന്നത്. ആര്? ഹിറോക്ലീസിൻ്റെ കാലത്ത് റോമക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് കിട്ടിയ ഇയാൾ എന്താ ചെയ്തത്? ഈ കിസ്ര ആ കത്ത് ചീന്താണ് ചെയ്തത് അല്ലേ? ഭയങ്കര അഹങ്കാരിയായിട്ട് അതിനെ ചീന്തി അതിന് എറിഞ്ഞു. വേളിച്ചപ്പോഴാണ് റസൂൽ എന്താ പറഞ്ഞത്? റസൂൽ ഇദാ ഹലക കിസ്ര ഫലാ കിസ്ര ബഅദഹു. ഈ കിസ്ര തീർന്നാൽ പിന്നെ ഇനി കിസ്ര അല്ല. കിസ്ര തീർന്നു. കിസ്രക്ക് ശേഷം മകളാണ് വന്നത്. ആ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്. എങ്ങനെ? റസൂൽ ചോദിക്കുന്നുണ്ട് അവിടെ നടന്ന എന്താന്നുള്ള വിഷയങ്ങൾ. അപ്പോൾ പറയാണ് കിസ്ര തീർന്നു, മകൾ വന്നു. അപ്പോഴാണ് റസൂൽ പറയുന്നത് ലാ യുഫ്ലിഹു ഖൗമുൻ വല്ലൗ അംറഉം ഇംറഅ. തങ്ങളുടെ ഭരണകാര്യം ഏൽപ്പിച്ച സ്ത്രീയെ, ഈ പെണ്ണിനെ ഏൽപ്പിച്ച ഒരു ജനത ജയിക്കില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവൾക്ക് തുടരാൻ പറ്റിയില്ല. യസ്ദജർദ് വന്നെങ്കിലും അപ്പോഴത്തേക്ക് എന്തായി? മകൻ യസ്ദജർദ് വന്നു. യസ്ദജർദിൻ്റെ കാലത്താണ് ആര്? മുസ്ലിമീങ്ങൾ പേർഷ്യ വിജയിച്ചടക്കുന്നത്. ആലി സാസാൻ കുടുംബത്തിലെ അവസാനത്തെ മെമ്പറാണ് യസ്ദജർദ് രാജാവ്, ഈ പർവേസിൻ്റെ മകൻ. വിഷയം ഞാനിത് കൊണ്ടുവന്നത്, ഈ റോമക്കാർ അവർ തോൽപ്പിക്കപ്പെട്ടു. ആ തോൽവിക്കപ്പുറം സയഗ്ലിബൂൻ, അവർ ജയിക്കും എന്ന് പറഞ്ഞു. ഫി ബിദ്ഇ സിനീൻ. ഈ ജയം ഉണ്ടായത് എങ്ങനെ? അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഈ ഖുസ്ര അല്ലെങ്കിൽ കിസ്ര ഇബ്നു ഹുർമുസ് അല്ലെങ്കിൽ പർവേസ് ഇബ്നു ഹുർമുസ്, ഇയാളുടെ 2 സൈന്യാധിപന്മാരായിരുന്നു. ഒന്ന് ഷഹരിയാറും പിന്നൊന്ന് ഫർറഖാൻ. 2 പേര്, ഫർറഖാൻ അതുപോലെ ഷഹരിയാർ. അതിൻ്റെ ഉച്ചാരണത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ കാണാം. മറ്റൊന്ന് ഫർറഖാൻ. കിസ്രയ്ക്ക് വേണ്ടി ഇവർ 2 ആളാണ് റോമക്കാരോട് ഏറ്റുമുട്ടിയിരുന്നത്. റോമക്കാരെ ആദ്യം തോൽപ്പിച്ചതിൽ ഇവരാണ്, ഷഹരിയാറും അതേപോലെ തന്നെ ഈ ഫർറഖാനും. ഇവരുടെ ആ സൈനിക കഴിവ് അതാണ് ഈ റോമക്കാരെ തോൽപ്പിച്ചത്. അങ്ങനെ റോമക്കാരെ തുരത്തി റോമക്കാരുടെ നാട്ടിൽ ഇവർ ഷഹരിയാറും ഫർറഖാനും തുടരവെ ഈ ഫർറഖാൻ ഒരു സ്വപ്നം കണ്ട്. ആ സ്വപ്നം എന്താ? സ്വപ്നം കിസ്രയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പർവേസ് എന്ന കിസ്രയുടെ സിംഹാസനത്തിൽ ഇയാൾ കയറിയിരിക്കുന്നതാണ് അയാൾ കണ്ട സ്വപ്നം. എന്തിനാ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ ഇവൻ തീരുമാനിച്ച്, അന്നത്തെ ഫിറൗൻ തീരുമാനിച്ച് പ്രവചനാണ് അല്ലേ? ആളുകളുടെ പ്രവചനാണ്. അതായത് ഒരു സ്വപ്നം കണ്ടു, അതിൽ മിസ്ർ ദേശത്തു നിന്നൊരു പ്രകാശം അത് വരുന്നതും ഈ ആരെ തകർക്കുന്നതും കനാൻ ദേശത്തു നിന്നൊരു പ്രകാശം വരുന്നതും മിസ്റിൽ ഫിറൗനെ അല്ലെങ്കിൽ ഭരണത്തെ തകർക്കുന്നതുമായ വെളിച്ചാണ് കണ്ടത്. അതിനെ വ്യാഖ്യാനിച്ചത് ഇസ്രായേലിയൻ എന്ത് ചെയ്യും? ഈ കിബിത്തികളെ നശിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഇത് ഇസ്രായേലിൽ
പിറന്നവരൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ആര് തീരുമാനിച്ചത്? ഫിറൗൻ തീരുമാനിച്ചത്. അതേപോലെ ഫർറഖാൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കിസ്റയുടെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നതാണ്. ഇത് കിസ്റ ഉണ്ടല്ലോ, പർവേസ് അറിഞ്ഞപ്പോൾ ഷെഹരിയാറിന് 3 കത്തയച്ചു എന്നാണ്. ആദ്യൊരു കത്തയച്ച് ഇവനെ കൊല്ലാൻ. പക്ഷേ ഈ ഷെഹരിയാറിനറിയാം ഇയാളുടെ ഒരു സാന്നിധ്യം എത്രയാണെന്ന്. യുദ്ധത്തിൽ റോമക്കാരെ തോൽപ്പിക്കുന്നതിൽ വലിയ കഴിവുള്ള ഒരു സൈന്യാധിപനാണ് ഇയാൾ ഫർറഖാൻ. സഹോദരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ പർവേസ് അയക്കുന്നത് പേർഷ്യയിൽ നിന്നാണ്. ഇവരുള്ളത് റോമക്കാരുടെ നാട്ടിലാണ്, ജയിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഫർറഖാനെ കൊന്നില്ല, കത്ത് അറിയിച്ചതുമില്ല. അപ്പോൾ വീണ്ടും പർവേസ് കത്തയച്ചു ഇവനെ കൊല്ലാൻ പറഞ്ഞിട്ട്. കാരണം ഒക്കെ ഈ കുർസിയാണ് വിഷയം. 3 കത്തയച്ചു. 3 കത്തും എന്ത് ചെയ്തില്ല, ഈ ഷെഹരിയാർ ഫർറഖാനെ കാണിച്ചതുമില്ല, അതിൽ പറഞ്ഞ് കൊല നടത്തിയതുമില്ല. അവസാനം എന്താ പറഞ്ഞത്, ഈ തിരിഞ്ഞു കുത്തുകയെന്നറിയില്ലേ, ഫർറഖാന് ഇയാൾ കത്തയച്ച്. എന്തിന്? ഫർറഖാനെ ഷെഹരിയാറിനെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ഇയാളോട് ആ സ്ഥാനത്തേക്ക് ഇരിക്കാൻ പറഞ്ഞ് ഇവനെ കൊല്ലാനും പറഞ്ഞ്. അത് ഷെഹരിയാറിന് കത്ത് കിട്ടേണ്ട താമസം ഫർറഖാൻ കത്ത് കാണിച്ചിട്ട് പറഞ്ഞ് എന്നെ അധികാരിയാക്കിയിരിക്കുന്നു, നിന്നെ താഴെ ഇറക്കാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഫർറഖാൻ സ്ഥാനത്ത് കയറി. എന്നിട്ട് പിന്നെ അടുത്ത പണി എന്താ ചെയ്യുന്നത്? പിന്നെ അടുത്ത കത്ത് കാണിക്കുകയാണ്. 2 കത്താണ്. ഒന്ന് സ്ഥാനം കൊടുത്തിട്ടുള്ള കത്ത്, രണ്ടാമത്തെ ചെറിയ കത്താണ്. അത് ഇവനെ കൊല്ലാനാണ്. കുർസി കിട്ടി അതിൽ ഇരുന്നേക്കിന് പറഞ്ഞ് ഇനിയുള്ള കത്ത് ഇതാണ്, എന്നെ കൊല്ലാനാണ് പറയുന്നത്. അപ്പോൾ ഷെഹരിയാർ പറഞ്ഞ് ഉണ്ടല്ലോ, ഇതൊക്കെ പെട്ടെന്ന് നടത്തും, കാരണം അതായിരുന്നു വിഷയം. അപ്പോൾ ഷെഹരിയാർ പറഞ്ഞില്ല, പിന്നെ എനിക്ക് വസീയത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ എഴുതണ്ടേ, അതുകൊണ്ട് സാവകാശം തരണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൊല്ലല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനൊരു അവധാനത കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ഷെഹരിയാർ വീട്ടിൽ ഈ 3 കത്ത് കൊണ്ടുവന്ന് കാണിച്ച്. നിന്നെ കൊല്ലാൻ 3 കത്തയച്ചു, ഞാൻ ആ 3 കത്തും വിഗണിച്ചു. നിനക്കൊരു കത്ത് കിട്ടിയപ്പോഴത്തേക്ക് നീ അത് നടപ്പിലാക്കാനുള്ള വ്യഗ്രതയിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ കത്ത് കാണിച്ചപ്പോൾ ഫർറഖാൻ മനസ്സിലായി ഇത് എന്താണ് കൊലച്ചതിയാണെന്നുള്ളത്. അങ്ങനെ ഈ ഫർറഖാൻ ഷെഹരിയാറിനെ തന്നെ തൻ്റെ മുകളിലേക്കാക്കിയതിന് ശേഷം ഇവർ 2 പേരും റോമൻ രാജാവിന് കത്തെഴുതി, ഹിറോക്ലിയസിന് കത്തെഴുതി. എന്ത് കത്തിൽ 50 റോമൻ സൈനികരായിട്ട് വരാൻ പറഞ്ഞു, ഞങ്ങൾ 50 പേർഷ്യക്കാരായിട്ട് വരും, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കൂടിയിട്ട് ഒരു സമവായത്തിലെത്താം. ഈ ഖുസ്റോ അല്ലേ പർവേസ്, അവൻ ചതിയനാണ്, അവൻ്റെ കുറിസിയാണ് പ്രധാനം. ഞങ്ങളെ വരെ കൊല്ലാൻ യാതൊരു വിരക്തിയില്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞങ്ങൾക്കറിയാം പേർഷ്യ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐക്യത്തിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവനെ തുരുത്താം, പേർഷ്യയെ ആക്രമിക്കാം എന്ന് പറഞ്ഞ് റോമൻ രാജാവിനുമായിട്ട് ഇവർ 2 പേരും ഷെഹരിയാറും ഫർറഖാനും ഐക്യത്തിലായി. അങ്ങനെയാണ് എന്ത് ചെയ്യണത്, അങ്ങനെയാണ് എന്തെടുക്കുന്നത്, റോമക്കാർ ഇവരുടെ സഹായത്തിൽ പേർഷ്യയെ ആക്രമിക്കുന്നത്. ആ ആക്രമണത്തിലാണ് എന്ത് വരുന്നത്, ഈ ജയം ഉണ്ടായത്. മനസ്സിലായില്ലേ? ഏറെക്കുറെ തഫ്സീറുകളൊക്കെ ഈ സംഭവം നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവിടെ വിഷയം. വഹും മിൻ ബഅദി ഗലബിഹിം, റോമക്കാർ തങ്ങളുടെ ഈ തോൽവി അതിന് അപ്പുറം സയഗ്ലിബൂൻ, അവരെന്ത് ചെയ്യും, ജയിക്കും. ആ ജയം എങ്ങനെ നടന്നു അതാണ് ഇവിടെ. മനസ്സിലായില്ലേ? അത് ഫി ബിദ്ഇ സിനീൻ, പതിറ്റാണ്ടുകളുടെ ഒന്നും കാലപ്പഴക്കം അല്ലെങ്കിൽ കാലം പിന്നെ അങ്ങോട്ടില്ല, പിന്നെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ. അത് പറയാം. ഇവിടെ എന്തെങ്കിലും വിഷയം വിട്ടുപോയി. ഈ ചെറുതായിരുന്നു പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിലും ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലും ആരുടെ കിസ്റയായിട്ട് വാണിട്ടില്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ കിസ്റ ബഅദൽ കിസ്റ, ഈ കിസ്റയ്ക്ക് ശേഷം ഇനി ഒരു കിസ്റ അല്ല എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഖുസ്റോ ഇയാളോട് കൂടി തീർന്നു, ഇപ്പോൾ പർവീസോട് കൂടി തീർന്നു. കാരണം ഇത് ഖുസ്റോ മലിക് ആണിനാണ് പറയുക, ഇയാളുടെ ശേഷം വന്നത് ഇവളാണ്.
ബൂറാൻ എന്ന് പറയുന്ന ഈ മകളാണ് വന്നത്. പക്ഷേ അവൾക്ക് തുടരാൻ പറ്റിയില്ല. കുറേ ചരിത്രങ്ങളാണ്. യസ്ദജർദ് പിന്നീട് വന്നെങ്കിലും എന്ത് ചെയ്തു, ഖാദിസിയയിലുണ്ടല്ലോ മുസ്ലിമീങ്ങളുടെ സൈനിക പടയോട്ടം, അത് തുടർന്നു. അതിൽ യസ്ദജർദ് കൊല്ലപ്പെട്ടു. അയാളുടെ മക്കളാണ് ഈ യസ്ദജർദ് രാജാവിൻ്റെ മക്കളാണ് ആര്? 3 പെൺമക്കൾ. ആ 3 പെൺമക്കളെയാണ് ഒന്ന് അബൂബക്കറുള്ളാഹിൻ്റെ മകൻ മുഹമ്മദ് കല്യാണം കഴിച്ചത്. അതിലൊരു മകളെയാണ് അലി റളിയല്ലാഹു തആല മകൻ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മകൻ അലി സൈൻ ലാബിദീൻ കല്യാണം കഴിച്ചത്. 3-ാമത്തെ ആളെ കല്യാണം കഴിച്ചത് പിന്നെ ഉമർ റളിയല്ലാഹു തആലയുടെ മകൻ, ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ കല്യാണം കഴിച്ചത്. ഈ യസ്ദജർദ് രാജാവിൻ്റെ 3 മക്കളെയാണ്. അലി സൈൻ ലാബിദീൻ കല്യാണം കഴിച്ചു. പിന്നെ അബൂഖല്ലാൻ്റെ മകൻ കല്യാണം കഴിച്ചു. അവരുടെ ഇതിലൊക്കെ വലിയ പിന്നെ മഹത്തുക്കൾ അല്ല, അസ്തഗ്ഫിറുല്ലാ, അങ്ങനെയല്ല. അലി സൈൻ ലാബിദീൻ്റെ ഉമ്മ അപാര യസ്ദജർദ് രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചത് ഹുസൈൻ റളിയല്ലാഹു തആലാനു. ഹുസൈൻ റളിയല്ലാഹു തആലാനു കല്യാണം കഴിച്ചത് ഇതിൻ്റെ ഒരു മകളെയാണ്, സുലാഫ. ആ സുലാഫയാണ് അലി സൈൻ ലാബിദീൻ്റെ ഉമ്മ. അലി സൈൻ ലാബിദീൻ്റെ ഉമ്മ. മുഹമ്മദ് ഇബ്നു അബൂബക്കർ, അബൂബക്കറിൻ്റെ മകൻ മുഹമ്മദ്, അതിലൊരാളെ കല്യാണം കഴിച്ചു. അതിലാണ് അൽ ഖാസിം ഇബ്നു മുഹമ്മദ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ സാലിം, അതിലൊരാളെ കല്യാണം കഴിച്ചു അല്ലേ, സാലിം എന്നവർ. അത് വലിയ ചരിത്രം. ഏതായാലും ഖലാസ്, അൽഹംദുലില്ലാഹ്. ഞാൻ ഈ ഒരു വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂന ഫീ ബിദ്ഇ സിനീൻ അതെങ്ങനെ നടന്നു എന്നത് അറിയാനാണ് ഈ ചരിത്രം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീതി. ഒരു നിമ്ര മേഖല, ഭൂതലത്തിൽ ഏറ്റവും നിമ്ര സ്ഥലമാണ്, ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്നൊക്കെ ഏറ്റവും താഴെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കൃത്രിമത്താണത്. അതൊക്കെ ഭയങ്കര കൃത്രിമത്വം. അങ്ങനെ അതായത് ഇത് വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രീയ സൂചനകളിൽപ്പെട്ടതാണ് ഈ ഒരു വിഷയം. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് ഈ അദ്നൽ അർദ് എന്ന് പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. പക്ഷേ അതൊന്നും എന്തല്ല പിന്നെ അൽ ഖുർആൻ ലൂത്തിയ കീഴ്മേൽ മറിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ഈ ചരിത്രവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അത് എന്തല്ല ഒരു ശരിയായിട്ട് വരുന്നില്ല. ഞാൻ വായിച്ചിട്ടുണ്ട് ആ വിഷയം. ഞാൻ പറയാതിരുന്നത് എന്താണ്, കാരണം അതൊക്കെ ഇനിയിപ്പോൾ നാളെ തിരുത്തി പറയേണ്ടി വരും. പക്ഷേ ഇത് എന്താണ്, ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഇത് അതിനാൽ അർദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേർഷ്യക്കാരുടെ അടുത്താണെങ്കിൽ ഇത് ജസീറയാണ്. ഇത് അറബികളോട് മക്കയോട് അടുത്തതാണ് എങ്കിൽ അദ്റാത്തും കിഷ്കറുമാണ്. ഇത് റോമക്കാരോട് അടുത്തതാണ് എങ്കിൽ അത് ഉറുദുവിനാണ്. മനസ്സിലായില്ലേ? അത് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടതാണ്. അത് നമുക്ക് വരും ഇതിൽ ഇതായിട്ടില്ലല്ലേ. ഈ മുഖാത്തറ മുറാഹന എന്ന് പറയുന്ന വിഷയം ഏതായാലും അത് പിന്നീടാണ് എന്ത് ചെയ്തത്, വിലക്കപ്പെട്ടത്. ഇത് പിന്നെ മക്ക കാലഘട്ടത്തിൽ നടന്നതാണ്. അന്ന് എന്തില്ല, ഈ വിഷയത്തിൽ പിന്നെ വിലക്കില്ല. കാരണം അന്ന് കാലങ്ങളിൽ അതൊക്കെ അനുവദനീയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, മുറാഹന അല്ലെങ്കിൽ മുഖാത്തറ വിലക്കപ്പെട്ടു. പിന്നെ അതിൽ ഹനഫി ഫുഖഹാക്കൾ പറയുന്നത് ഈ അഹ്ലുൽ ഹർബാണ് ശത്രുക്കളെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് അവരോട് എന്ത് ചെയ്യാം, ഈ മുഅമലാത്ത് റിബവിയ, പലിശയിൽ അധിഷ്ഠിതമായ ഇടപാടുകൾ അതാകാം. അതിന് തെളിവാണിത്. അവർക്ക് ഹനഫികളുടെ ഈ തെളിവ് ഈ ആയത്താണ്. ഇത് അബൂബക്കർ റളിയല്ലാഹു ഇതിൽ മുറാഹന നടത്തിയ വിഷയമാണ്. ഈ വെറ്റുവെക്കുന്ന വിഷയം അത് പാടുള്ളതല്ല, അത് ഹറാമാണ്. പക്ഷേ വെറ്റ് വെച്ചിട്ട് പിന്നെ അതിൽ ഈ പൈസ വെച്ചിട്ടുള്ള പന്തയം ഉണ്ട്, അല്ലെങ്കിൽ വെറ്റുവെക്കൽ, പന്തയമല്ല വെറ്റുവെക്കൽ, അത് തെറ്റാണ്. പക്ഷെ അതിൽ ഒരു വിഷയം ചില പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ട് അത് ഇതാണ്, അഹ്ലുൽ ഹർബാണ് അപ്പുറത്തുള്ളത് എങ്കിൽ അവരോട് എന്ത് ചെയ്യാം, വെറ്റാകാം. ഹനഫികൾ മാത്രം. അതിന് അവർക്ക് തെളിവ് അബൂബക്കർ റളിയല്ലാഹു ചെയ്തതാണ്. പക്ഷേ അവിടെയും ജുംഹൂർ ഭൂരിപക്ഷം പണ്ഡിതന്മാർ അത് ആരോടും പാടില്ല വെറ്റുവെക്കൽ, ഈ പൈസ വെച്ചിട്ടുള്ള വെറ്റുവെക്കൽ പാടില്ല എന്നുള്ളതാണ്.